10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നാളെ മോഡൽ തുടങ്ങുകയാണ്. ആ മോഡൽ പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ബോർഡ് എക്സാമിനൊക്കെ എല്ലാ ചോദ്യ പേപ്പറിലുമുള്ള 2 ചോദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് സാർ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, ഉപന്യാസം എഴുതാൻ ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പർ ഉണ്ടാവില്ല എന്നുള്ളത് കൃത്യമാണ് അല്ലേ. ഉപന്യാസം ഏതെങ്കിലും മലയാളം ഫസ്റ്റിലും ഉണ്ടാകും, മലയാളം സെക്കൻഡിലും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഉപന്യാസം എഴുതുക? ഒരു ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം മാർഗരേഖകളിലൂടെ വേണം പോകാൻ, അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒരു ഉപന്യാസം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾ ഓർക്കേണ്ടത് ആദ്യം ഒരു ശീർഷകം ഉണ്ടാകണം എന്നുള്ളതാണ്. ശീർഷകം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ശീർഷകം കൊടുക്കാതെ തന്നിരിക്കുന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ശീർഷകം വേണം കൊടുക്കാൻ. ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്, അല്ലെങ്കിൽ തലക്കെട്ടാണ്, അത് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ആ ശീർഷകം എഴുതുന്ന സമയത്ത് കൃത്യമായ ധാരണയോടുകൂടി തന്നിരിക്കുന്ന ചോദ്യത്തോട് 100% നീതി പുലർത്തുന്ന ശീർഷകമാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ചില ഉപന്യാസങ്ങളിൽ എന്ത് വരാറുണ്ട്, ശീർഷകം തരാറുണ്ട് അല്ലേ. ഈ ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്ന് പറഞ്ഞ് ശീർഷകം തരും. അങ്ങനെ വന്നാൽ ആ ശീർഷകം തന്നെ കൊടുത്താൽ മതി, മാറ്റണമെന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ആ ശീർഷകമല്ല, കുറച്ചുകൂടി നല്ല ശീർഷകം കൊടുക്കണമെന്ന് തോന്നിയാൽ അതൊട്ടും തെറ്റല്ല, നിങ്ങൾക്ക് കൊടുക്കാം. ശീർഷകം വായിക്കുമ്പോൾ ആ തന്നിരിക്കുന്ന ചോദ്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കണം, ശീർഷകം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശീർഷകത്തിന് മാർക്കുണ്ട് കേട്ടോ മക്കളെ. ഉപന്യാസം എഴുതുമ്പോൾ ശീർഷകം കൂടെ കൂട്ടിയിട്ടാണ് അവർ മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്, അതൊന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ശീർഷകം വേണം. പിന്നെ വേണ്ടത് എന്താണ്? പിന്നെ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആമുഖം ഉണ്ടാവണം എന്നുള്ളതാണ്. ആമുഖം, കൃത്യമായൊരു ആമുഖം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ ആമുഖം എന്താണ്? എഴുത്തുകാരനെ കുറിച്ചോ, തന്നിരിക്കുന്ന ചോദ്യം പാഠപുസ്തകത്തിൽ നിന്നാണെങ്കിൽ ഏത് പാഠമാണോ ആ പാഠത്തെക്കുറിച്ചുള്ളൊരു സമ്മറിയും ഒക്കെ ആവാം. എഴുത്തുകാരനെ കുറിച്ച് സൂചന ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ആമുഖം തയ്യാറാക്കുമ്പോൾ കൃത്യമായി എഴുത്തുകാരനെ കുറിച്ച് എഴുതുക. അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന ചോദ്യമുള്ള പാഠം ഏതാണോ ആ പാഠഭാഗത്തുനിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന പോയിന്റുകൾ വെച്ചുകൊണ്ട് ഇൻട്രൊഡക്ഷൻ എഴുതുക, അല്ലെങ്കിൽ ആമുഖം എഴുതുക. അപ്പോൾ ശീർഷകം എന്താണെന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ആമുഖം എങ്ങനെ എഴുതണം എന്നുള്ളതും മനസ്സിലായി അല്ലേ. പിന്നീട് ഖണ്ഡികയാക്കുക. അതിനെ നിങ്ങൾ ഖണ്ഡിക എന്നും കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. അതിനെ പാരഗ്രാഫ് തിരിച്ചെഴുതണം. 3 പാരഗ്രാഫ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഒരു പാരഗ്രാഫിൻ്റെ ലെങ്ത് എത്രയാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഒരു 3, 4, 5, 6 സെൻറ്റൻസ് കഴിയുമ്പോൾ പാരഗ്രാഫ് തിരിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണോ പറയാനുള്ളത് അതായത് ആമുഖമാണ് അല്ലേ. രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ആശയം ഉണ്ടാവണം. ആ ആശയത്തെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ആശയത്തോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ചോദ്യത്തോട് പുറമെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് എഴുതണമെന്ന് തോന്നുകയാണെങ്കിൽ അതും ആ പാരഗ്രാഫിൽ ഉൾപ്പെടുത്താം. ക്ലിയർ ആണോ മക്കളെ? പിന്നെയുള്ളത് 3ാമത്തെ പാരഗ്രാഫ് കൺക്ലൂഷൻ ഭാഗമാണ് അല്ലേ. അല്ലെങ്കിൽ ഉപസംഹാര ഭാഗമാണ്. അവിടെ നമുക്ക് എന്ത് എഴുതണം? ആ തന്നിരിക്കുന്ന ചോദ്യവും ആശയവും എന്തെല്ലാം രീതിയിലാണ് ഉള്ളതെന്നും ആ ചോദ്യം എങ്ങനെയൊക്കെയാണ് ഒരു സൊസൈറ്റിയെ ബാധിക്കുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ, ആ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ നിങ്ങൾക്കുണ്ടാകുന്ന ചില അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ അത് മാറ്റാൻ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് എഴുതാവുന്ന ഒരു ഭാഗമാണ് ശരിക്കും കൺക്ലൂഷൻ ഭാഗം എന്ന് പറയുന്നത്. ആ ചോദ്യത്തോട് നിങ്ങൾ എങ്ങനെ നീതി പുലർത്തി എന്നുള്ളതിൻ്റെ ഒരു രത്ന ചുരുക്കം നിങ്ങൾക്ക് കൺക്ലൂഷൻ ഭാഗത്ത് എഴുതാം. ഇങ്ങനെ 3 പാരഗ്രാഫ് എങ്കിലും തിരിച്ചുകൊണ്ട് വേണം, മിനിമമാണ്, തിരിച്ചുകൊണ്ട് വേണം എന്ത് എഴുതാൻ, ഉപന്യാസം എഴുതാൻ. അപ്പോൾ ഉപന്യാസം എന്നുള്ളത് 100ൽ 100% നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ചോദ്യത്തോട് നമുക്ക് നീതി പുലർത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഇതൊന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ, ഇതൊന്ന് വെറുതെ നോക്കി വെച്ചാൽ എൻ്റെ കുഞ്ഞു മക്കൾക്ക് 6 മാർക്ക് എന്ത് ചെയ്യും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെയോ ഇനിയുള്ളത്, നിങ്ങൾ ആശയം എഴുതുന്ന സമയത്ത് വ്യക്തതയുണ്ടായിരിക്കണം. തന്നിരിക്കുന്ന ചോദ്യം ആവശ്യപ്പെടുന്ന ഉത്തരമായിരിക്കണം എഴുതേണ്ടത്. അതായത് വലിച്ചു വാരി എഴുതി അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഉദാഹരണങ്ങൾ ഇതൊന്നും ചെയ്യരുത്. തന്നിരിക്കുന്ന
ആശയത്തെ വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനെയാണ് ആശയ വ്യക്തത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അവസാന ഭാഗത്ത് എന്താണ്? അവസാന ഭാഗത്ത് വരുന്ന മറ്റൊരു ഭാഗം, അതായത് കൺക്ലൂഷൻ ഭാഗം അല്ലെങ്കിൽ ഉപസംഹാരം. ആ ഉപസംഹാരം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആ ഉപസംഹാരം എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഉത്തരം പൂർണ്ണമായി എന്നുള്ളത് വ്യക്തമാവണം. ഇങ്ങനെയാണ് ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രമാണ് നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കൂടി മക്കൾ ഓർത്ത് വെക്കൂ. അതുപോലെ തന്നെ ഉപന്യാസം പോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ മക്കൾക്ക്? നോക്കൂ മക്കൾ, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ മലയാളം ഫസ്റ്റിലോ സെക്കൻഡിലോ എന്തായാലും 100% ഉറപ്പുള്ള ചോദ്യമാണല്ലോ. പുറമെ നിന്നും ഒരു കവിതയോ ഗദ്യമോ തന്നിട്ട് അതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ആസ്വാദനം തയ്യാറാക്കാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിനെയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയാം കേട്ടോ. നമ്മൾ വായിച്ച ഒരു വസ്തുവിനെ നമ്മുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി, സ്വതന്ത്ര ബുദ്ധിയോടു കൂടി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെക്കണം, സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇനിയോ, ശ്രദ്ധാപൂർവം വായിക്കുക, കേന്ദ്രാശയം കണ്ടെത്തുക. ആസ്വാദനം ചോദിക്കുമ്പോൾ ആദ്യം എന്തെങ്കിലും ഒരു ആദ്യത്തെ വരി വായിച്ച് അങ്ങ് എഴുതി പോവരുത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം തരുന്ന സമയത്ത് അത് വായിച്ച്, ഒരു കവിതയാവട്ടെ ഗദ്യമാവട്ടെ, വായിച്ചിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ഉണ്ടാകുമല്ലോ കവിതയ്ക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ടാകും. ആ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. ആ ആശയം കണ്ടെത്തുക. എന്നിട്ട് ആ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശീർഷകം നമുക്ക് കൊടുക്കാം. ആസ്വാദനത്തിന് ശീർഷകം കൊടുക്കുന്നത് കൊണ്ട് ഒരു അപാകതയുമില്ല. ശീർഷകം കൊടുത്താൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ കേന്ദ്ര ആശയം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ശീർഷകം എഴുതാൻ പോകാവൂ. പിന്നെ ഖണ്ഡിക തിരിച്ച് പാരഗ്രാഫ് തിരിച്ച് എഴുതിയാൽ ഏറ്റവും വൃത്തിയായി ജനങ്ങൾക്കത് വായനക്കാരന് അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എഴുതിയതിന് വൃത്തിയും മെനയും ഉണ്ടാകും, ഒരു പ്രത്യേക ശൈലിയും ഉണ്ടാകും. പിന്നെ ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തലാണ് കേട്ടോ. ആമുഖം എപ്പോഴും, ആസ്വാദനക്കുറിപ്പിൻ്റെ ആമുഖം എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനെ കുറിച്ച് എഴുതുക. ആ എഴുത്തുകാരനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ എഴുതുക കേട്ടോ. കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ എഴുതുക. അദ്ദേഹത്തെക്കുറിച്ച് എഴുത്തുകാരനെ കുറിച്ച് എഴുതുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭാവനയ്ക്കല്ല, എഴുത്തുകാരനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ എഴുത്തുകാരനെക്കുറിച്ച് കൂടുതൽ എഴുതാവൂ. ഇല്ലാത്തതൊന്നും എഴുതി വെക്കരുത്. അപ്പോൾ എഴുത്തുകാരനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തുന്നതായിരിക്കണം ആമുഖം. പിന്നെയോ, തന്നിരിക്കുന്ന കവിതയോ ഗദ്യമോ ആവട്ടെ അതിലെ ആശയം അവതരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെയോ, സമാന ആശയമുള്ള വരികളോ വാക്യങ്ങളോ ഒക്കെ ഉണ്ടാകും അല്ലേ. ഇപ്പം ഉദാഹരണത്തിന് എഴുത്തച്ഛനൊരു കവിത എടുക്കാം നമുക്ക്. എഴുത്തച്ഛനൊരു കവിത എന്താണ്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. അതിനോട് ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന മറ്റൊന്നാണ് പൂന്താനത്തിൻ്റെ വരികൾ എഴുതി, പൂന്താനത്തിൻ്റെ ഏതെങ്കിലും 2 വരി എഴുതി ഇതിനോട് സാമ്യതയുള്ള വരിയാണ്. ഇങ്ങനെ തന്നിരിക്കുന്ന കവിതയിലെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും വരികളോ വാക്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ധൈര്യമായിട്ട് എഴുതാം. പിന്നെയോ, രചനാ സവിശേഷത ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഈ രചനയ്ക്ക് തന്നിരിക്കുന്ന കവിതയാവട്ടെ ഗദ്യമാവട്ടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ളത് നോക്കാം. അതായത് സാധാരണ കവിതയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു ആശയ പ്രത്യേകതയുണ്ടോ? ഉണ്ടെങ്കിൽ അതും എഴുതണം. പിന്നെയോ, സാമൂഹിക സമകാലിക പ്രസക്തി വേണം. ആ തന്നിരിക്കുന്ന കവിതയ്ക്ക് എന്തെങ്കിലും സാമൂഹിക പ്രസക്തി ഉണ്ടോ? ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? അതൊക്കെ എഴുതണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം, ആ കവിതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം വേണം. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു. അതുപോലെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ ഉണ്ടാവണമെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? കൃത്യമായി പഠിച്ചല്ലോ മക്കൾ? ഓക്കെ ആണല്ലോ? അപ്പോൾ 2 ചോദ്യവും വന്നാൽ നിങ്ങൾ നന്നായി എഴുതുക. അത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ മക്കളെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബായ്.